നിങ്ങൾ ഇത് വല്ലതും അറിഞ്ഞോ? BSNL 4Gയുടെ നോർമൽ സ്പീഡാണ് ഈ കാണുന്നത്. അപ്പോൾ വേഗം പോയി സിം പോർട്ട് ചെയ്യുകയോ പുതിയത് എടുക്കുകയോ ചെയ്തോ. കണ്ടില്ലേ, BSNLൻ്റെ ഇൻ്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് BSNLൻ്റെ ആപ്ലിക്കേഷൻ. ഇവർ ഒഫീഷ്യലി കൊടുക്കുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കൂടാതെ നമുക്കിപ്പോൾ ഹാപ്പി മദേഴ്സ് ഡേയുടെ ഓഫറുകൾ ഇപ്പോഴും അവർ നൽകുന്നുണ്ട്. റേറ്റിൽ നമുക്ക് BSNL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ നിങ്ങൾക്ക് പറയാൻ തന്നെ അറിയാലോ, ഏകദേശം 84 ദിവസത്തിൽ പെർ ഡേ 3 GB 599 രൂപയ്ക്കാണ്. അതിപ്പോൾ ഓഫറിൽ 569 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 395, അതായത് ഒരു വർഷത്തിലധികമാണ്. പെർ ഡേ 365 പെർ ഡേ 2 GB വെച്ചിട്ട് 2399. അത് ജിയോയും എയർടെൽ VI ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ റേറ്റിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാവും. ഇങ്ങനെ ഓഫറുകൾ മാക്സിമം ഉപകാരപ്പെടുത്തുക. കൂടാതെ ഒട്ടനവധി ഓഫറുകളുണ്ട്. അതിന് കൂടെ നിങ്ങൾ ഈ ഒരു സിമ്മിലോട്ട് പോർട്ട് ചെയ്യുമ്പോൾ, പുതിയ സിം എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് വേറെ ആരെങ്കിലും ഈ സിം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. 4G ഇപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. 4Gയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. BSNLൻ്റെ ഏറ്റവും ചെറിയ പ്ലാൻ തന്നെ 147 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 10 GB ഡാറ്റയുണ്ട്. 30 ദിവസത്തിനുണ്ട്. കറക്റ്റ് 30 ദിവസത്തിനുണ്ട്. ഒരു നോർമൽ ഇന്റർനെറ്റ് അധികം ഉപയോഗിക്കുന്ന ഒരാൾക്ക്, കോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇത് തന്നെ ധാരാളമാണ്. 147 രൂപയ്ക്ക് ഒരു മാസം ചിലവാകുള്ളൂ. 65 ഒരു കൊല്ലത്തിനുള്ള കറക്റ്റ് ഇതിന് 1499, അതായത് 1500 രൂപ കുറവ്. അതിൽ തന്നെ അത്യാവശ്യം അൺലിമിറ്റഡ് കോൾ ഉണ്ട്, ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൂടെ തന്നെ വേറെ ഇപ്പോൾ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ റീചാർജ് ചെയ്യാൻ ഇവിടെ. ഇങ്ങനെ റീചാർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമൽ UPI വെച്ചിട്ടും മറ്റ് കാർഡുകൾ വെച്ചിട്ടൊക്കെ എല്ലാ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു സർപ്രൈസ് ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ എന്തായാലും സർപ്രൈസ് ആവും. കാരണം ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ചൂസ് ചെയ്തിട്ടൊക്കെ ജിയോയിലുള്ള പോലെ തന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ ഭാരത് ഫൈബർ ഉണ്ട്, അപ്ഗ്രേഡ് ടു 4G ഉണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ സിം, പിന്നെ വേറെ കാര്യം, ഇതിന്റെ സിം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 5Gയിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിം തന്നെയാണ്. നമ്മൾ 5G വരുമ്പോൾ വേറെ സിം ഒന്നും എടുക്കേണ്ട. ഓട്ടോമാറ്റിക്കലി നമുക്ക് 5G കവറേജ് ഈ 4Gയുടെ ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങി. ഏകദേശം 1 ലക്ഷത്തോളം അത് പുതിയത് വെക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പകുതിയോളം കഴിഞ്ഞു പോകും. ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇൻഡോർ കവറേജും കൂടെ ഒക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ലൊക്കേഷനിൽ ഇൻഡോർ വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അത്ര കിട്ടുന്നില്ല. പക്ഷേ കോൾ ഏകദേശം കിട്ടുന്നുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് മറ്റുള്ള പ്രൊവൈഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചിലവ് വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ ഇവിടെ ആനുവൽ പാക്ക് ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ ഓഫറുകളൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. ഇവിടെ ആനുവൽ പാക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ. പെർ ഡേ 2 GB. നേരത്തെ നമ്മൾ കണ്ട പാക്കിൽ കോൾ മാത്രമേ ഉള്ളതുപോലെ തന്നെ ഡാറ്റ, അതായത് ഇന്റർനെറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് അതിൽ SMS ഉണ്ടാവില്ല, കോളും വിളിക്കാൻ പറ്റത്തില്ല. OTT പ്ലാറ്റ്ഫോം മറ്റ് പ്രൊവൈഡേഴ്സ് ജിയോ ഒക്കെ കൊടുക്കുന്ന പോലെ ഇതിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോണി ലൈവ് ഒക്കെ നിങ്ങൾക്ക് ഒരു വർഷത്തിന് കിട്ടുവാണ്. ഇത് വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ഇത് അറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഫോണിലും നിങ്ങളുടെ സ്മാർട്ട് TVയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ പുതിയ വന്നൊരു OTT ആണ്. OTT പ്ലാറ്റ്ഫോമിൽ ഒക്കെ കാണാം. ലൈവ് TV കാണാൻ OTT പ്ലാറ്റ്ഫോമിലുള്ള നേരത്തെ പറഞ്ഞ പോലെ വെബ് സീരീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ സെക്ഷൻ ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇത്രയും OTTകൾ അതിലുണ്ടാവും. അതിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാരത് ഫൈബർ ഉണ്ടെങ്കിൽ, അതായത് BSNL ഫൈബർ ഭാരത് ഫൈബർ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ അതിൻ്റെ നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ ഷെയർ കൊടുക്കുക. അല്ലെങ്കിൽ മൊബൈലിൻ്റെതാണെങ്കിൽ മൊബൈൽ നമ്പർ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ OTT പ്ലേ മൊബൈൽ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും. രജിസ്റ്റർ ആയത് OTT പ്ലേ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിൽ ഈ BSNL നമ്പറിന് അതിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഫെച്ച് ചെയ്ത് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ അത് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പെട്ടെന്ന് റിലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് ലോഡിംഗ് സ്പീഡ് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഷോർട്സ് ഒക്കെ ഈസി ആയിട്ട്